മലയാള സിനിമയുടെ തലവര തന്നെ മാറ്റാൻ കഴിയുന്ന പല സിനിമകളും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരിടത്ത് മോഹൻലാൽ അങ്ങനെയുള്ള സിനിമകൾ ഒരുക്കുമ്പോൾ മറ്റൊരിടത്ത് യുവതാരങ്ങളാണ് അങ്ങനെ സിനിമകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ പ്രധാനിയാണ് ദുൽഖർ സൽമാൻ. ദുൽഖറിന്റെ വരാനിരിക്കുന്ന ഐ ആം ഗെയിം അങ്ങനെയൊരു ചിത്രമാണ്. ഇപ്പോഴത്തെ ഐ ആം ഗെയിം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായിരിക്കുന്ന വിവരമാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയതും. 100ലധികം ദിവസങ്ങളായി ചിത്രീകരണം തുടരുന്ന ദുൽഖർ ചിത്രം ഐ ആം ഗെയിം ചിത്രീകരണം പൂർത്തിയായി. RDX എന്ന ചിത്രത്തിന് ശേഷം നഹാസ് ഇദായത്ത് സംവിധാനം ചെയ്ത ചിത്രമാണ് ഐ ആം ഗെയിം. ദുൽഖറിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ചിത്രമാണ് ഐ ആം ഗെയിം ഒരുങ്ങുന്നത്. 2026 ഓണം റിലീസായി ചിത്രം ആഗോളതലത്തിൽ തിയേറ്ററിലേക്ക് എത്തും. വേഫെയർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാൻ, ജോം വർഗീസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം രചിച്ചത് സജീർ ബാബ, ഇസ്മായിൽ അബൂബക്കർ, ബിലാൽ മൊയ്തു എന്നിവർ ചേർന്നാണ്. ചിത്രത്തിന്റെ സംഭാഷണങ്ങൾ ഒരുക്കിയത് ആദർശ് സുകുമാരനും ഷഹബാസ് റഷീദുമാണ്. ആന്റണി വർഗീസ്, തമിഴ് നടനും സംവിധായകനുമായ മിഷ്കിൻ, ഹയാദുലോഹർ, ഖദ്ദിർ, പാർത്ഥിവ് തിവാരി, തമിഴ് നായിക താരം സംയുക്ത വിശ്വനാഥൻ തുടങ്ങി വമ്പൻ താരനിര അണിനിരക്കുന്ന ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത് ജെക്സ് ബിജോയാണ്. സംഘടനം ഒരുക്കുന്നത് അൻബർവു മാസ്റ്റേഴ്സ് എന്നിവരാണ്. സ്റ്റൈലിഷ് മാസ് ലുക്കിലാണ് ദുൽഖർ സൽമാനെ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് എന്ന് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക്, സെക്കൻഡ് ലുക്ക് പോസ്റ്ററുകൾ സൂചിപ്പിക്കുകയും ചെയ്തു. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നതും. ദുൽഖറിന്റെ പാൻ ഇന്ത്യൻ റീച്ച് മുതലാക്കാൻ കഴിയുന്ന ഒരു ചിത്രം കൂടിയാണ് ഐ ആം ഗെയിം എന്ന രീതിയിലാണ് പറയുന്നത്. ഈ ചിത്രത്തിന്റെ അണിയറ വിശേഷങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരാധകർക്കിടയിൽ വൈറലായിരുന്നു. കാരണം ഈ ചിത്രത്തിൽ ഇന്റൻസീവായ ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ ഒരുങ്ങുന്നുണ്ട്. അതിനൊപ്പം തന്നെ ദുൽഖർ സൽമാന്റെ യഥാർത്ഥ കാർ റേസിംഗും ഒക്കെ ഈ ചിത്രത്തിൽ കാണാം. അത് കുറച്ച് റോ ആയിരിക്കുമെന്ന് അണിയറ പ്രവർത്തകർ തന്നെ അടുത്തിടെ പറഞ്ഞത് വലിയ രീതിയിൽ ആരാധകർക്കിടയിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ്. ദുൽഖർ ശരിക്കും മെനക്കെട്ട് ഇതിൽ കുറച്ച് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആരാധകർക്ക് സർപ്രൈസിംഗ് ആയിരിക്കും. കൂടാതെ ചിത്രത്തിന്റെ റാപ്പായുള്ള വിവരങ്ങൾ ഇന്നേ ദിവസം നമ്മുടെ മുന്നിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട്. അതിന്റെ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ദുൽഖർ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തും. കാരണം വലിയൊരു ആഘോഷം തന്നെ അവിടെ നടന്നിട്ടുണ്ട്. അടുത്തിടെയാണ് ദുൽഖർ സൽമാനുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വാർത്ത ടൊവിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. അതും ഈ അവസരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്നതും കൗതുകരമാണ്. കാരണം ടൊവിനോയുടെ പള്ളിച്ചട്ടപ്പി എന്ന ചിത്രം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നതിന് മുമ്പാണ് അതിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഇങ്ങനെയൊരു രസകരമായ സംഭവം അരങ്ങേറിയതും. ദുൽഖർ സൽമാനുമായി എന്താണ് പ്രശ്നം? ലോക സിനിമയുടെ അണിയറക്കാരും ദുൽഖർ സൽമാനും ചേർന്ന് എന്തുകൊണ്ട് താങ്കളെ ഒതുക്കുന്നു എന്നതായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. ഇതിനൊക്കെ ഉത്തരം പറയുന്നതിനൊപ്പം തന്നെ ടൊവിനോ പറഞ്ഞിരുന്നു, ഈ ചിത്രത്തിന്റെ അടുത്ത പാർട്ടിന് വേണ്ടി തന്നെ സമർപ്പിക്കുകയാണ് ഡൊമിനിക്കിന് വേണ്ടി എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. കാരണം ലോകയുടെ സെക്കൻഡ് പാർട്ടിൽ നായകൻ ടൊവിനോ തോമസ് ആണ്. ദുൽഖറിന്റെ ആണല്ലോ പ്രൊഡക്ഷനും. കാരണം ദുൽഖറും ഈ ചിത്രത്തിൽ ഒടിയനായി എത്തുന്നുണ്ട്. ഞങ്ങളെല്ലാം വർഷങ്ങളായി ഒരുമിച്ച് അഭിനയിച്ച് പരിചയമുള്ളവരാണ്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി തുടങ്ങുന്നത് തന്നെ ദുൽഖർ സൽമാൻ അഭിനയിച്ച തീവ്രം എന്ന സിനിമയിലൂടെയാണ്. അടുത്ത പടവും ദുൽഖറിനൊപ്പമായിരുന്നു. ABCD എന്ന ആ സിനിമയിൽ അദ്ദേഹത്തിന്റെ വില്ലനായി അഭിനയിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ ദുൽഖർ എന്നോട് വളരെ സ്വീറ്റായി മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. നിങ്ങൾ ഇപ്പോൾ പറയുന്നത് റെക്കോർഡ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് കേട്ടാൽ എല്ലാവരും ചേർന്ന് പൊട്ടിച്ചിരിക്കും. ലോക സിനിമയുടെ സംവിധായകൻ അരുൺ അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം തരംഗം ചെയ്തത് എനിക്കൊപ്പമാണ്. കല്യാണിക്കൊപ്പം തല്ലുമാല ചെയ്തിട്ടുണ്ട്. നസ്ലൻ സഹോദരനെ പോലെയാണ്. പിന്നെ ദുൽഖറും അത്രയും സ്വീറ്റ് ആണ്. വേണമെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് ചാറ്റ്സ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഞങ്ങളുടെ ബന്ധം, സൗഹൃദം എന്നൊക്കെ. വെളിയിലിരുന്ന് കാണുന്നവർക്ക് ഇത്തരം ഗോസിപ്പുകൾ പറയുന്നത് എളുപ്പമാണ്. എന്നാൽ മിക്ക സമയത്തും ഇതെല്ലാം കണ്ട് ചിരിച്ചു തള്ളുകയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. ഞാൻ തമാശ പറയുന്നതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ വാട്സ്ആപ്പ് ചാറ്റ് പരിശോധിക്കാം. ലോക 2ാം ഭാഗത്തിന്റെ തിരക്കഥ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെല്ലാം ഇവിടെ വരും. അപ്പോൾ അവരോട് തന്നെ നിങ്ങൾ എന്നെക്കുറിച്ച് ചോദിച്ചു നോക്കൂ. ലോക സിനിമയുടെ റിലീസ് സമയത്ത് ദുൽഖറാണ് എന്നെ വിളിച്ച് ദുബായിൽ പ്രൊമോഷന് വരാൻ പറയുന്നത്. അദ്ദേഹം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് 2 ദിവസം എന്നെ അവിടെ താമസിപ്പിച്ചു. ഞങ്ങൾ അവിടെ സന്തോഷത്തോടെ ചെലവഴിച്ചു. ഇത്തരം ഊഹാപോഹങ്ങളൊക്കെ ആരാണ് കണ്ടുപിടിക്കുന്നത്? എന്ത് സന്തോഷമാണ് ഇതിൽ നിന്നും ഉണ്ടാകുന്നത് എന്ന് എനിക്കറിയില്ല എന്നും ടൊവിനോ അന്ന് പറയുകയുണ്ടായി.